ഹിന്ദുക്കളാണ് CPM-ന്റെ എക്കാലത്തെയും ഉറച്ച കേഡർമാരായി നിൽക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും. കൂടുതൽ വോട്ടുകൾ വരുന്നതും ഹിന്ദുക്കളിൽ നിന്നാണ്. അല്ലാതെ ക്രിസ്ത്യൻസോ മുസ്ലിംസോ കൂടുതലായി ഇടതുപക്ഷത്തെ വന്ന് വോട്ട് ചെയ്ത് സഹായിക്കും എന്നുള്ള ഒരു ധാരണ ഇടക്കാലത്തുണ്ടായി വന്നിട്ടുണ്ട്. അതിനായിട്ടുള്ള നീക്കങ്ങൾ CAA-യിലടക്കം നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ അത് പാളിപ്പോയി. പ്രതീക്ഷിച്ച രീതിയിലുള്ള പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈഴവ വോട്ടുകൾ BJP-യിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും കണ്ടു. അതുകൊണ്ട് തന്നെ കൃത്യമായി തങ്ങൾക്കൊപ്പം കാലാകാലങ്ങളായി ഉറച്ചു നിൽക്കുന്ന തൊഴിലാളി വർഗ്ഗ വോട്ടുകളടക്കം ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ് ഇപ്പോൾ CPM എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ പിണക്കില്ല. വെള്ളാപ്പള്ളി നടേശനെ എന്നല്ല, വോട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു സോഴ്സും അടക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് 100 ദിവസം തികച്ചില്ല. 6-7 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. മൂന്നാം ഊഴത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ആ മൂന്നാം ഊഴം യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വെള്ളാപ്പള്ളിയെ പോലെയുള്ളവരുടെ പിന്തുണ കൂടിയേ തീരൂ എന്നത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ്. അല്ലാത്ത പക്ഷം ഈ കാര്യത്തിലൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞ വാചകങ്ങൾ അത് ശരിയല്ല, പ്രൊഡക്ഷൻ എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ അദ്ദേഹം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ 24 മണിക്കൂറിൽ കൂടുതലായി കഴിഞ്ഞിരിക്കുകയാണ്. അതേക്കുറിച്ചൊന്നും നോ കമൻസ് എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നതും വ്യക്തമാണ്.